എന്തായാലും നമ്മുടെ നാട്ടിലുള്ള സൗഹാർദ്ദ കൂട്ടായ്മ ഇടയൊരു സൗഹാർദ്ദ കൂട്ടായ്മയുടെ കീഴിൽ നടത്തുന്ന ഈ നോമ്പുതുറ പരിപാടിക്ക് ഇഫ്താറിന് ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇതിന് മുമ്പ് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് പങ്കെടുത്ത് എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ പരിപാടികളും വരട്ടെ. നമ്മുടെ നാട്ടിലൊരു സൗഹാർദ്ദവും ഐക്യവും സ്നേഹവും എന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ എടിയൂരിൻ്റെ സെക്യുലറിസത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. മൂസാഖാൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുക, ജാതി മത വർഗ വേഷമന്യേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഇഫ്താറിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ മതേതര ഒരു കൂട്ടായ്മയാണ്. അതിന് മൂസാക്ക ഒരു നിമിത്തമാണ്. മൂസാക്ക ചെയ്യുന്ന മഹത്തായ ഈ കർമ്മം തന്നെയാണ്. ഇത് എന്നും നിലനിൽക്കണം എന്നാണ് എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എടയൂരിൻ്റെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിന് നമ്മുടെ എടയൂരിൻ്റെ അഭിമാനമായ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. മലബാർ ഈ ഭാഗങ്ങളിൽ എല്ലാ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഈ സമൂഹ നോമ്പുതുറയിൽ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ഔചിത്യം, അത് ദേശത്തിന് നൽകുന്ന സന്ദേശം വളരെ കൂടുതലാണ്. ഈ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ അഭിമാനം മുന്നിലേക്ക് വരികയാണ്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും ഒരു സന്ദേശമായി ഇന്നും എന്നും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഈ എടയൂരിൻ്റെ അഭിമാനമായി ഈ കൂട്ടായ്മ, ഈ സമൂഹ നോമ്പുതുറ ഒരു സന്ദേശം നൽകുന്നത് നല്ലതാണ്. അതിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒറിജിനൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. ഇതൊരു മാതൃകയാക്കണം എല്ലാവരും. ഇത് വലിയൊരു കൂട്ടായ്മയായി, ഇത് ഒരു മഹാ അത്ഭുതമായി എന്നും നിലനിൽക്കട്ടെ. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് നടത്തുന്നതിന്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു മഹാത്ഭുതം പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ പരിപാടികൾ ഇപ്പോൾ കുറച്ച് മുമ്പേ ഞങ്ങൾ ചെറുതായിട്ട് ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എടയൂരിൻ്റെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ്, എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് ഇവിടെ ഈ സൗഹൃദ കൂട്ടായ്മ നടത്തലുണ്ട് പരിപാടി. കഴിഞ്ഞ വർഷവും ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും എല്ലാം മറന്ന് ഒരുമിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ വലിയൊരു സന്തോഷത്തോടു കൂടി ഇവിടെ ഒരുമിച്ച് കൂടലാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നാളും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടൽ ഉണ്ടാകുമ്പോഴാണല്ലോ പരസ്പരം മനസ്സിലൊരു ഐക്യം ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴാണ് മനസ്സിലൊരു എല്ലാവരുടെ ഇടയിലും മതസൗഹാർദ്ദവും സൗഹൃദമൊക്കെ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ളൊരു കൂട്ടമായിട്ട് നമുക്ക് ഇതിനെ കരുതാം. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. മതസൗഹൃദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് എടയൂർ സൗഹൃദ കൂട്ടായ്മയുടെ സമൂഹ നോമ്പുതുറ. എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി ഈ പരിശുദ്ധ റംലാനിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒത്തുകൂടുകയാണ്. ഈ എടയൂരിൻ്റെ മഹത്തായ ഒരു പുണ്യമായിട്ട് ഈ ഒത്തുകൂടൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം ഇത്രയും നല്ലൊരു ഒരു കൂട്ടായ്മ നമ്മളെ എടയൂർ വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇത്രയും ഞങ്ങൾ ഓരോ കാലഘട്ടത്തിലും, അതായത് ഇപ്പോൾ 2-3 വർഷമായിട്ട് മൂസാജി നടത്തുന്ന ഈ ഒരു നല്ലൊരു ദൗത്യത്തിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം സഹകരിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ചെയർമാൻ CEO ബഹുമാനപ്പെട്ട പോളണ്ട് മൂസ ഹാജി, അതേപോലെ തന്നെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പരിപാടിയുമായി വളരെ ഇതിൻ്റെ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരോട് സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഹൃദ്യംഗമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാ നാടുകളിൽ നിന്നും വ്യത്യസ്തമായി എടയൂർ നാടിനെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നതാണ്. ഇവിടെ മതസൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് തന്നെ എനിക്ക് പറയാം. സൗഹൃദം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ 2-3 വർഷമായി, കുറച്ച് വർഷമായി ഇത് നടത്തുന്നത്. ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും.